പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9th നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ദ സൗണ്ട് ഹാസ് മാക്സിമം സ്പീഡ്. അത് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. എയർ, സീ വാട്ടർ, അലൂമിനിയം, ഹീലിയം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അലൂമിനിയമാണ്. നിങ്ങൾക്കറിയാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ മൂന്നിലൂടെയും സൗണ്ട് കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡിലാണ്. സോളിഡിൽ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അലൂമിനിയവും സ്റ്റീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് അലൂമിനിയത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അലൂമിനിയം. ദെൻ ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. റെസിസ്റ്റൻസിൻ്റെ പെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെസിസ്റ്റൻസ് ഓം എന്ന യൂണിറ്റിലാണ് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് നമ്മളവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ വോൾട്ട്. 2 objects of masses x kilogram and y kilogram are kept at a distance of z meter and the force between them is, അതായത് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, അതിലേതാണ് നമ്മൾ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. F equal to gxy divided by z square. നമുക്കറിയാം, ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ F equal to g_m1 m2 by d square. ഇവിടെ മാസസായി തന്നിട്ടുള്ളത് എക്സും വൈയും ആണ്. അപ്പോൾ m1 m2 എന്നുള്ളതിന് പകരം എക്സ് വൈ എന്ന് കൊടുക്കുക. ദെൻ ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള റിലേഷനിലെ ഡിസ്റ്റൻസ് ഡി കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡിക്ക് പകരം z ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് F equal to gxy divided by z square. Then fourth question, a body of mass 5 kilogram is at rest, its momentum is dash kilogram. എൻ്റെ ആൻസർ 0 ആണ്. നിങ്ങൾക്കറിയാം, മൊമെൻ്റം കാണാനുള്ള ഇക്വേഷൻ P equal to m into v ആണ്. അപ്പോൾ മാസ് 5 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വെലോസിറ്റി, ആ ബോഡി റെസ്റ്റിലാണ്. റെസ്റ്റിലായിരിക്കുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ 5 into 0 equal to 0 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 5th ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ 6th ക്വസ്റ്റ്യൻ, 4 cell having EMF 1.5 volt each are connected in series. അതായത് 1.5 വോൾട്ട് ഉള്ള 4 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ടോട്ടൽ EMF ഓഫ് ദിസ് കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ്റെ ടോട്ടൽ EMF ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സീരീസിലായതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് N×R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സെൽസ് ആണ്, R എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള റെസിസ്റ്റൻസ്. സോ 4 × 1.5 ഈക്വൽ ടു 6 വോൾട്ട് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, what will be the EMF of the combination if all these cells are connected in parallel? Answer 1.5 volt. 7th question, it is observed that the time taken to hear the echo of a particular sound produced in an experiment conducted in a school ground is different in the morning and at the noon. What may be the reason? Explain. അതായത് ഒരു സ്കൂൾ എക്സിബിഷനിൽ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സൗണ്ട് മോർണിംഗിലും നൂണിലും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ആണ് ചോദിച്ചത്. ആൻസർ, സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇൻ ദ മോർണിംഗ് ദ ടെമ്പറേച്ചർ ഈസ് ലോ ആൻഡ് ഹെൻസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് കമ്പാരിറ്റീവ്ലി സ്മോളർ. ബട്ട് അറ്റ് നൂൺ സൗണ്ട് ട്രാവൽ വിത്ത് എ ഹയർ സ്പീഡ് ആൻഡ് ഹെൻസ് ദ എക്കോ വിൽ ബി ഹിയർ സൂണർ. 8th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. റീഡ്രോ ദ ഡയഗ്രാം ബൈ കറക്റ്റിംഗ് ദ മിസ്റ്റേക്ക്. അതായത് ഈ ഫിഗറിലുള്ള മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഫിനി, അതായത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുകയാണ് വേണ്ടത്. ദെൻ 9th ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് ഇവിടെ 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിനൊരു താഴെ ടേബിൾ ഉണ്ട്. ആ ടേബിളിലേക്ക് മാസ് എന്നും വെയിറ്റ് എന്നും പറഞ്ഞ 2 കോളത്തിലേക്ക് ക്ലാസിഫൈ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ മാസ് എന്ന കോളത്തിൽ വരുന്നത് മാസ് എന്ന കോളത്തിൽ വരുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ദെൻ വെയ്റ്റിൻ്റെ കോളത്തിൽ വരുന്നത് യൂണിറ്റ് ഈസ് കിലോഗ്രാം വെയ്റ്റ് എന്നും മെഷേർഡ് യൂസിങ് സ്പ്രിംഗ് ബാലൻസ് എന്നുള്ള പോയിൻ്റാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, എ കാർ ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി 8 meter/second. ഇറ്റ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ബൈ അപ്ലൈയിങ് ബ്രേക്സ് ഫോർ 4 seconds. ഇഫ് ദ യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് ദ കാർ ഈസ് 2 meter/second square, calculate the distance traveled by the car after applying the brake. ഈ ക്വസ്റ്റ്യനിൽ u equal to 8 meter/second ആണ്, t equal to 4 seconds, v equal to 0. അതായത് ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് റെസ്റ്റിലായിരിക്കും.
ദെൻ എ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ v മൈനസ് യു ബൈ ടി ആണ്. സോ 0 മൈനസ് 8/4 ആയിരിക്കും. -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ആക്സിലറേഷനായിട്ട് വരുന്നത്. അവിടെ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ s=ut + ½ at². ആ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 മീറ്റർ ആയിരിക്കും. ദെൻ 12th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. റീറൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ചേഞ്ചിങ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. അതായത് ഇത് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി. അതിൽ എ ഓപ്ഷനായിട്ട് വരുന്നത് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസസ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ട്രൂ ആണ്. ദെൻ ബി റിയോസ്റ്റാറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് ഇൻ എ സർക്യൂട്ട്. അതായത് റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഡിവൈസ് ആണെന്ന്. ദെൻ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് റിയോസ്റ്റാറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതായത് കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റിയോസ്റ്റാറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15, നെയിം ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ തന്നിട്ടുള്ള ഡിവൈസിൻ്റെ പേര് അമ്മീറ്റർ എന്നാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വോൾട്ട് മീറ്ററും തരാം ഫിഗർ തന്നിട്ട്. അപ്പോൾ അവിടെ എ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അമ്മീറ്ററും വി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ വോൾട്ട് മീറ്ററും ആയിരിക്കും. അത് ബി ഓപ്ഷനായിട്ട് വരുന്നത് നെയിം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷേർഡ് യൂസിങ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്, റൈറ്റ് ഡൗൺ ഇറ്റ്സ് യൂണിറ്റ്. അതായത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നാണ്. സോ അതിൻ്റെ ആൻസർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ദെൻ അതിൽ സി ഓപ്ഷനായിട്ട് വരുന്നത് ഡിഫൈൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് കറണ്ടിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അതായത് ചാർജിൻ്റെ ഒഴുക്കിൻ്റെ റേറ്റ് നിരക്കാണെന്ത് കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16, വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി. നമുക്കറിയാം 2 ടൈപ്പ് മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി പോസസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ തന്നിട്ടുള്ള മെക്കാനിക്കൽ എനർജി ഏതാണെന്നാണ് പറയാൻ പറഞ്ഞത്. ദെൻ ഫസ്റ്റ് വൺ, എ മൂവിങ് കാർ. അതിൽ വരുന്നത് കൈനറ്റിക് എനർജിയാണ്. ദെൻ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ, എ സ്റ്റോൺ ഹങ് അറ്റ് എ സെർട്ടൻ ഹൈറ്റ്. നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു തൂങ്ങി കിടക്കുന്ന ഒരു കല്ലിൽ നിന്ന് എന്താ അതിൻ്റെ പൊസിഷൻ മൂലമുള്ള എനർജി ആയിരിക്കും അതിനുണ്ടാവുക. സോ അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ 17th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ആ ഫിഗർ ഒബ്സർവ് ചെയ്യാൻ. അതായത് ഒരു ഗ്ലാസ്സിന് മേലെ ഒരു കാർഡ് വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. വെൻ ദ കാർഡ് ഈസ് സഡൻലി സ്ട്രക്ക് ഓഫ് ദ കോയിൻ ഫാൾസ് ഇൻ ടു ദ ടംബ്ലർ. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൻ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അതായത് ഒരു ഗ്ലാസ്സിൻ്റെ മേലെ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ബോർഡ് അതിൻ്റെ മേലെ ഒരു കോയിനുണ്ട്. അപ്പോൾ ഈ കാർഡ് നമ്മൾ പെട്ടെന്ന് തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, കാർഡ് തെറിച്ചു പോകും, കോയിന് ഗ്ലാസ്സിലേക്ക് തന്നെ വീഴും. ഹൗ ഈസ് ദ പ്രോപ്പർട്ടി റിലേറ്റഡ് ടു ദ മാസ് ഓഫ് എ ബോഡി. ദെൻ അതിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് പ്രോപ്പർട്ടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ദെൻ അതിൽ ബി ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഹൗ ഈസ് ദിസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദ ബോഡി. ഈ പ്രോപ്പർട്ടി എങ്ങനെയാണ് മാസ് ഓഫ് ദ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനേഷ്യ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് മാസ്. നമുക്കറിയാം മാസ് കൂടുന്ന സമയത്ത് ഇനേഷ്യയും കൂടും. ദെൻ അതിൽ സി ഓപ്ഷനായിട്ട് വരുന്നത് റൈറ്റ് ഡൗൺ എനി വൺ സിറ്റുവേഷൻ ഇൻ ലൈഫ് വെർ ദിസ് റിലേഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ്. അതായത് നമുക്ക് ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി ലൈഫിലൊരു സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വി ക്യാൻ പ്ലക്ക് ഫ്രൂട്ട്സ് ഫ്രം എ ട്രീ ബൈ ഷേക്കിംഗ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അല്ലേ, അതായത് ഒരു മരത്തിൻ്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇനേഷ്യ ഓഫ് റെസ്റ്റിലായിരിക്കും. അതായത് ആ മാവിൻ്റെ കൊമ്പും പിന്നെ മാങ്ങയും അത് റെസ്റ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫ്രൂട്ട് പ്ലക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാവിൻ്റെ കൊമ്പ് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോഷനിലേക്ക് മാറും. ആ മാങ്ങ ആണെങ്കിൽ ആ മാങ്ങ പോയി റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് റെസ്റ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ പറിക്കാമെന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, കൺസിഡർ 2 കോപ്പർ വയേഴ്സ് ഓഫ് ദ സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാവിംഗ് ലെങ്ത് 2 മീറ്റർ ആൻഡ് 1 മീറ്റർ റെസ്പെക്റ്റീവ്ലി. വിച്ച് ഓഫ് ദീസ് ഹാസ് എ ഗ്രേറ്റർ റെസിസ്റ്റൻസ്. അതായത് താഴെ തന്നിട്ടുള്ളതിൽ 2 കോപ്പർ വയറാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്, പക്ഷേ അതിൻ്റെ ലെങ്ത്ത് ഡിഫറൻ്റ് ആണ്. ഒന്നിന് 2 മീറ്റർ ആണ്, ഒന്നിന് 1 മീറ്റർ ആണ്. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ്, വിച്ച് ഓഫ് ദ ഹാവ് എ ഗ്രേറ്റർ റെസിസ്റ്റൻസ്, ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 മീറ്റർ. നമുക്കറിയാം വെൻ ലെങ്ത് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ക്വസ്റ്റ്യൻ നമ്പർ 21,
A pump takes 2 minutes to fill a tank of capacity 1000 liter of water. The tank is at a height of 30 meter. അതായത് ഒരു ടാങ്ക് 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 2 മിനിറ്റാണ് സമയം ആവശ്യമുള്ളത്. ഈ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മീറ്റർ ഹൈറ്റിലാണ്. ഇവിടെ ജി തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൽ എ ഓപ്ഷനായിട്ട് വരുന്നത് കാൽക്കുലേറ്റ് ദ വെയ്റ്റ് ഓഫ് 1000 ലിറ്റർ. അതായത് ദ മാസ് ഓഫ് 1 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് 1 കിലോഗ്രാം ആണ്. അതിൻ്റെ വെയിറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയാം വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എം ജി ആണ്. സോ 1000 ഇൻറ്റു 10 ഈക്വൽ ടു 10,000 ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷനാണ്. നമുക്കറിയാം വർക്ക് ഡൺ കാണാൻ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. W ഈക്വൽ ടു എഫ് ഇൻറ്റു എസും W ഈക്വൽ ടു എം ജി എച്ചും. ഇവിടെ ഹൈറ്റ് തന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എം ജി എച്ച് ആണ്. സോ വർക്ക് ഡൺ എം ജി എച്ച് ഈക്വൽ ടു 1000 ഇൻറ്റു 10 ഇൻറ്റു 30 ആണ്. ദെൻ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 3 ലാക്ക് ജൂളാണ്. ദെൻ അതിൽ സി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദിസ് പമ്പ്. ഈ പമ്പിൻ്റെ പവർ കാണാനാണ്. പവർ കാണാൻ ഇക്വേഷൻ പവർ പി ഈക്വൽ ടു W/T ആണ്. വർക്ക് ബൈ ടൈം ആണ്. സോ 3 ലാക്ക് ബൈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ആണ് തന്നിട്ടുള്ളത്. പക്ഷേ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണോ? സെക്കൻഡിലേക്ക് മാറ്റണം. 2 മിനിറ്റ് എന്നുള്ളത് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 2 ഇൻറ്റു 60 ആയിരിക്കും ആൻസർ വരുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ആൻസറായിട്ട് കിട്ടുന്നത് 2500 വാട്ട് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22 കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ സ്യൂട്ടബിളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ട് അത് നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഫസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 1 എന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത് 0.5 ആണ്. ആൻസറായിട്ട് വരുന്നത് 0.5 ആംബിയർ. ദെൻ അതിൽ 2 വരുന്നത് വോൾട്ട് കാണാനുള്ള ഒരു ഇക്വേഷനാണ് വന്നിട്ടുള്ളത്. 6 വോൾട്ടാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് കാണാനൊരു ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ V/I ഈക്വൽ ടു R എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഏതാണോ കാണേണ്ടത് അതിനനുസരിച്ച് ആ ഇക്വേഷനിൽ ജസ്റ്റ് ചേഞ്ച് വരുത്തിയാൽ മതി. സ്റ്റേറ്റ് ദ ലോ അപ്ലൈ ടു കംപ്ലീറ്റ് ദ എബോട്ട് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത ലോ ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോ ഏതാണെന്നല്ല, ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിവിടെ യൂസ് ചെയ്ത ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓംസ് ലോ ആണ്. ഓംസ് ലോ V/I ഈക്വൽ ടു R ആണ്. സോ ഇത് സ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ V പ്രൊപ്പോർഷണൽ ടു I അല്ലെങ്കിൽ I പ്രൊപ്പോർഷണൽ ടു V എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടാണ്, V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദെൻ പ്രൊപ്പോർഷണാലിറ്റി ആ ഒരു സൈനും ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. Ohm's law states that the current through a conductor is directly proportional to the potential difference across the conductor when the temperature is constant. അപ്പോൾ സിമ്പിളായിട്ട് ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. കറണ്ട് I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. ബാക്കി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലോ ആണ്. അപ്പോൾ ലോ സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ദെൻ അതിൽ സി ആയിട്ട് ഓപ്ഷനായിട്ട് വരുന്നത് റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദിസ് ലോ ഈസ് നോട്ട് ഒബെയ്ഡ്. ഈ ലോ ഒബേ ചെയ്യാത്തൊരു സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ദ ടെമ്പറേച്ചർ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഈ ലോ ഒബേ ചെയ്യുന്നില്ല. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മളെ ഈ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എക്സാമിന് ആകെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സാമൊക്കെ ഈസി ആവട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.